സർവകലാശാല വി.സി. നിയമനത്തിൽ പൂർണ്ണ അധികാരം ചാൻസലർക്ക് നൽകി UGC. പരിഷ്കരിച്ച കരട് UGC പുറത്തിറക്കി. പുതിയ കരട് പ്രകാരം വി.സി. ആകാൻ ഇനി അക്കാദമിക് വൈദഗ്ധ്യം ആവശ്യമില്ല. വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഇനി എങ്ങനെയാണ് ഈ വി.സി. നിയമനമൊക്കെ പോവുക? ആരെയും വി.സി. സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നിയമപരിഷ്കരണമാണോ UGC പുറത്തിറക്കിയിരിക്കുന്നത്? ഷമി, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പരിഷ്കരണം തന്നെയാണ് ഇപ്പോൾ UGC പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു വൈസ് ചാൻസലർ നിയമനം അത് പൂർണ്ണമായിട്ടും ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്കായിരിക്കും അതിനുള്ള അധികാരം എന്നതാണ് ഇപ്പോൾ UGC പുറത്തിറക്കിയിരിക്കുന്ന കരടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ വി.സി. നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയും സുപ്രീം കോടതിയിലടക്കം പല കേസുകൾ വരികയും ചെയ്ത നിരവധി സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ നിലനിർത്തി തന്നെയാണ് UGC പുതിയ പരിഷ്കരിച്ച ചട്ടങ്ങൾ അതിന്റെ കരട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആ കരട് പ്രകാരമാണ് ഈ ചാൻസലർക്കായിരിക്കും പൂർണ്ണ അധികാരം ഈ ഒരു വി.സി. നിയമനത്തിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കരണം എന്ന് പറയുന്നത് ഈ അക്കാദമിക യോഗ്യത ബാധകമായിരിക്കില്ല എന്നതാണ് വൈസ് ചാൻസലർക്ക് എന്നുള്ള ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. കാരണം നിലവിലത്തെ നിയമന രീതിയൊക്കെ അനുസരിച്ചുകൊണ്ട് അത്തരത്തിൽ ആ മേഖലയിൽ കഴിവ് തെളിയിച്ച വൈദഗ്ധ്യമുള്ള ആളുകളെയാണ് വൈസ് ചാൻസലർ. വിഷ്ണു, ഗവർണർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വി.സി. ആയി നിയമിക്കാനുള്ള പുതിയ നിയമപരിഷ്കരണം UGC കൊണ്ടുവന്നിരിക്കുന്നു.